الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة ادخلوا الجنة بما كنتم تعملون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കൂടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മളാൽ സാധ്യമാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ പല വ്യക്തികളുടെയും മരണങ്ങൾ നേരിൽ കണ്ടവരും അറിഞ്ഞവരുമൊക്കെയാണ്. നമ്മുടെ ബന്ധുക്കളുടെ മരണം നമ്മെ വളരെ വേദനിപ്പിക്കുമെങ്കിലും സത്യവിശ്വാസികളായ ആളുകൾ അവർക്ക് മരണത്തിൻ്റെ സമയം അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരവും ആനന്ദകരവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം, ഇന്നലിൽ മൗതി സക്കറാത്ത്. സാധാരണയായി നമ്മൾ അതിനർത്ഥം പറയാറുള്ളത് മരണത്തിന്
അതിന് അതികഠിനമായ വേദനയുണ്ട് എന്നാണ്. എന്നാൽ അതിന് മറ്റൊരു വശം കൂടെയുണ്ട്. സക്കറാൻ എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ചവൻ എന്നാണ് അർത്ഥം. അപ്പോ ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണം ഒരു വല്ലാത്ത മത്ത് പിടിച്ച ആസ്വാദകരമായ ഒരവസ്ഥ അവന് സംജാതമാക്കും എന്നാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം, അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീന, നല്ലവരായ ആളുകളെ മലക്കുകൾ മരിപ്പിക്കുന്ന സന്ദർഭം, യഖൂലൂന, ആ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സമാധാനമുണ്ടാവട്ടെ, രക്ഷയുണ്ടാവട്ടെ. ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ കാരണത്താൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ അവസാന സമയങ്ങളിൽ അവൻ്റെ മുമ്പിൽ അവൻ്റെ റൂഹിനെ പിടിക്കാൻ ഹാജരാകുന്ന മലക്കുകൾ അവന് സന്തോഷം നൽകുന്ന വാക്കുകളാണിത്. ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കാരണം ആ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിനാൽ തന്നെ നിങ്ങൾ അവൻ്റെ സ്വർഗത്തെക്കുറിച്ച് സന്തോഷം അറിയിക്കുകയാണ്, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നുമൊക്കെ പറയുമ്പോൾ ഈ ഒരു അവസ്ഥ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആനന്ദകരമാണ്. അപ്പോൾ മരണത്തിന്റെ വേദന അവന് ആസ്വാദികരമാവും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. മരണത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സത്യവിശ്വാസികളുടെ മരണത്തിന്റെ ആ ഒരു രംഗത്തെ സംബന്ധിച്ച് നമ്മൾ മുൻപ് ഒരു ഖുത്ബ നടത്തിയിരുന്നു. എന്നാൽ അതിന്റെ മറ്റൊരു വശമുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ മേഖലകളിൽ ഒന്നും ശ്രദ്ധിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരായ ആളുകൾ, നിഷേധികളായ കാഫിറുകളായ ആളുകൾ, അവരുടെ മരണത്തിന്റെ രംഗവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, വഇന്നൽ കാഫിറ നസലത് ഇലൈഹിൽ മലായികതു മിനസ് സമാ, കാഫിറായ ഒരു മനുഷ്യൻ മരണത്തിന്റെ രംഗം അഭിമുഖീകരിക്കുന്ന സന്ദർഭം വാനലോകത്തു നിന്നും അയാളിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. ആ മലക്കുകൾക്ക് ചില പ്രത്യേകതയുണ്ട്. സൂദുൽ വുജൂഹ്, കറുത്തിരുണ്ട മുഖത്തിന്റെ ഉടമകളാണവർ. കണ്ടാൽ തന്നെ ഭയം തോന്നിക്കുന്ന, വെറുപ്പ് തോന്നിക്കുന്ന തരത്തിലുള്ള, ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള മുഖങ്ങളുടെ ഉടമകളായിരിക്കും ആ മലക്കുകൾ. മാഹും മസൂഹൻ, തന്നെയുമല്ല അവരുടെ കൈകളിൽ വളരെ പരുക്കനായ കഫം പുടവയും ഉണ്ടാവും. അങ്ങനെ ഫയജ്ലിസൂന മിൻഹും മദ്ദൽ ബസർ, ഈ കാഫിറായ മനുഷ്യൻ, മരണത്തിന്റെ ആസന്നമായ മനുഷ്യൻ കാണുന്ന വിധത്തിൽ അയാളുടെ കൺമുമ്പിൽ അവർ ഇരിക്കും. ആ മലക്കുകളുടെ സാന്നിധ്യം പോലും അവനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലാവും, തൻ്റെ ഈ ലോകത്ത് നിന്നുള്ള വേർപാടിന്റെ സമയമാണ്. തനിക്ക് ഈ ലോകത്ത് നിന്ന് അവസാനിച്ച് അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശത്തിന് തീർച്ചയായും തന്റെ മരണം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് ആ മനുഷ്യന് ബോധ്യമാവും. വിശുദ്ധ ഖുർആൻ അത് നമുക്ക് വളരെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ്, കല്ലാ ഇദാ ബലഗതിത് തറാഖിയ, അത് വേണ്ട. അള്ളാഹു വിശദീകരിക്കുകയാണ്, ഒരു മനുഷ്യന്റെ പ്രാണൻ അവന്റെ തോളല്ലിങ്കൽ അഥവാ അവന്റെ തൊണ്ടക്കുഴിയിൽ എത്തിയാൽ വഖീല മൻ റാഖ്, ആരുണ്ട് മന്ത്രിക്കുന്നവൻ, തനിക്ക് വേണ്ടി ശുപാർശകൾ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ചികിത്സകൾ നടത്തുന്നവൻ ആരുണ്ട് എന്നവൻ പറയും. ആ സമയത്ത് ഇത് തന്റെ വേർപാടാണ് എന്നവന് കൃത്യമായി മനസ്സിലാക്കും. അവന്റെ കണക്കാലുകൾ പരസ്പരം കൂട്ടിപ്പിണയുകയാണ്.
ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. തന്റെ റബ്ബിന്റെ അരികിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിന്റെ സമയമായി എന്ന് ആ മനുഷ്യന് തീർച്ചയായും മനസ്സിലാവും. വല്ലാത്തൊരു ബേജാറ് അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. തന്റെ ഈ ലോകത്തിൽ നിന്നുള്ള വേർപാടാണ്, തന്റെ മരണമാണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് അവന് മനസ്സിലാവുകയും ഈ മലക്കുകളുടെ സാന്നിധ്യം എല്ലാ നിലയിലും അവനെ ഭയപ്പെടുത്തുകയും ചെയ്യും. എന്താ കാരണം? അത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ. അവൻ ഒരിക്കലും തന്റെ ജീവിതത്തിൽ നമസ്കരിച്ചിട്ടോ ദാനധർമ്മങ്ങൾ നടത്തിയിട്ടോ ഇല്ല. വലാകിൻ കദ്ദബ വതവല്ലാ. പക്ഷെ അതിനൊക്കെ നിഷേധിച്ച് തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. പള്ളിയിൽ നിന്ന് ബാങ്കുകൾ കേൾക്കും, പക്ഷെ പള്ളിയിലേക്ക് വരാൻ അവന്റെ മനസ്സിന് അനുവദിക്കൂല. അവിടെ തമാശകൾ പറഞ്ഞ് അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം കൂടി ഇതിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പേടിയുടെ സമയമാണ് അവനുണ്ടായത്. തന്നെയുമല്ല, നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരേണ്ട സമയം അതിന് പുറമെ തന്റെ ആളുകളിലേക്ക് ദുരഭിമാനം നടിച്ചുകൊണ്ട് അഹങ്കാരിയായിക്കൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിൽ തിരിഞ്ഞു കളയുന്ന ഒരു സ്വഭാവമായിരുന്നു അവനുണ്ടായിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു ഭീകരമായ മരണരംഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മലക്കുകൾ അവന്റെ കണ്ണുകൾ നോക്കിയാൽ കാണുന്ന അത്രയും അകലേക്ക് അവന് നിരന്നിരിക്കുകയാണ്. കറുത്തിരുണ്ട മുഖമുള്ള ആളുകൾ. അത് കാണുമ്പോഴേക്ക് തന്നെ അവന് മനസ്സിലാവുന്നു തന്റെ എല്ലാ അഹങ്കാരവും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഒരു സന്ദർഭത്തിലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലക്കുൽ മൗത്ത് വരികയാണ്. അങ്ങനെ ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് ഇരിക്കുന്നു. എന്നിട്ട് മലക്കുൽ മൗത്ത് ഇയാളോട് പറയും, മോശപ്പെട്ട ആത്മാവേ, നീ നിന്റെ ആത്മാവിനെ പുറത്തു കൊണ്ടുവരൂ എന്ന് ആ മലക്കുൽ മൗത്ത് പറയും. അള്ളാഹുവിന്റെ കോപത്തിലേക്കും അള്ളാഹുവിന്റെ വെറുപ്പിലേക്കും ആത്മാവേ നീ പുറപ്പെട്ടു വരിക എന്ന് പറയും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ മനുഷ്യന്റെ ആത്മാവ് അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിയുമെന്നാണ്. ആ സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് അവന് വെറുപ്പ് തോന്നുന്ന, അവന് വെറുക്കുന്ന തരത്തിൽ അവനോടുള്ള മുഴുവൻ വെറുപ്പുകളും കാണിച്ചുകൊണ്ട് ആ റൂഹിനെ പിടിച്ചെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആൻ ആ ഒരു രംഗം വളരെ ഭംഗിയായി നമുക്ക് വരച്ചു കാണിക്കുന്നുണ്ട്. ഇത് തതവഫല്ലദീന കഫറുൽ മലായികതു യളിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. മലക്കുകൾ അവന്റെ റൂഹിനെ പിടിച്ചെടുക്കുന്ന സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. യളിബൂന വുജൂഹഹും വഅദ്ബാറഹും. അവന്റെ മുഖത്തും അവരുടെ പുറങ്ങളിലുമായി അടിച്ചുകൊണ്ടായിരിക്കും മലക്കുകൾ അവന്റെ റൂഹിനെ പിടിച്ചെടുക്കുക. എന്നിട്ട് അവനോട് പറയും, കരിച്ചു കളയുന്നതായ വേദന നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ നരകത്തെക്കുറിച്ച് ആ മനുഷ്യന് സന്തോഷം അറിയിച്ചുകൊണ്ട് നരകമാണ് അവന് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവന്റെ ആ ഒരു അവസ്ഥയെ കൃത്യമായി അവന് ബോധ്യമാകും. ദുനിയാവിൽ തന്റെ ജീവിതം തനിക്ക് എല്ലാ നിലക്കും നാശമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന മരണത്തിന്റെ രംഗമെത്തിയാൽ അയാൾക്ക് ബോധ്യമാകും. ആ തരത്തിൽ അയാളുടെ ശരീരത്തിൽ നിന്നും റൂഹിനെ അങ്ങോട്ട് പിടിച്ചെടുക്കും, അത് പറിച്ചെടുക്കുകയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവന്റെ ഞരമ്പുകളും പേശികളും ഒക്കെ മുറിഞ്ഞു പോകുന്ന തരത്തിൽ അത് വലിച്ചെടുക്കും. ഏത് രൂപത്തിലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിക്കുന്നതായി കാണാം. കമാ യസ്തഖ്രിജു സൂഫുൽ മബ്ലൂലു ബിസ്സുഫൂദ്. നനഞ്ഞു കുതിർന്ന പഞ്ഞിയുടെ ഉള്ളിലൂടെ ഒരു കൊളുത്ത്, ഇരുമ്പിന്റെ കൊളുത്ത് പിടിച്ചു വലിച്ചെടുക്കുന്നത് പോലെ ആ മനുഷ്യന്റെ റൂഹിനെ അയാളുടെ ശരീരത്തിൽ നിന്നും വലിച്ചെടുക്കുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ മലക്കുൽ മൗത്ത് ഇയാളുടെ റൂഹിനെ പിടിച്ചെടുത്താൽ ഫഇദാ അഖദഹാ ഖാമൂ ഇലൈഹി, ആ മലക്കുകൾ, ആദ്യം വന്നിരുന്ന മലക്കുകൾ ഈ മലക്കുൽ മൗത്തിന്റെ കൈകളിൽ നിന്നും ആ റൂഹിനെ ഏറ്റുവാങ്ങുകയാണ്. ഫലം യത്റുഖുഹാ ഫീ തർഫിഹി ഫീ യദിഹി തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും അത് പിന്നീട് മലക്കുൽ മൗത്തിന്റെ കൈകളിൽ ഉണ്ടാവില്ല. അത് അവർ വാങ്ങും. എന്നിട്ട് അവരുടെ കൈകളിലുള്ള ആ പരുപരുത്ത പരുക്കൻ തുണിയിൽ അത് പൊതിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് ഈ മനുഷ്യന്റെ റൂഹുമായി വാനലോകത്തേക്ക് ഉയരുകയാണ്. വയഖ്റുജു മിൻഹു മിസ്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വയഖ്റുജു മിൻഹു മിസ്ല അനതൈനി റീഹൻ ജയീഫത്തും, വളരെ മോശകരമായ ഒരു മണം ആ മനുഷ്യന്റെ റൂഹിൽ നിന്ന് പുറപ്പെടുമെന്നാണ്. ഈ ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു മണം അയാളുടെ റൂഹിൽ നിന്ന് പുറപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് ഈ പരുക്കൻ തുണിയിൽ പൊതിഞ്ഞ ആ റൂഹുമായി മലക്കുകൾ വാനലോകത്തേക്ക് ഉയരും. അവിടെ വെച്ച് ആകാശത്ത് ലോകത്തേക്ക് കടന്നു പോകുമ്പോ ആ പോകുന്ന വഴിയിലുള്ള മലക്കുകൾ മുഴുവനും ഈ റൂഹിനെ ശപിച്ചു കൊണ്ടിരിക്കും. ആരുടേതാണ് ഈ റൂഹ്, ആരുടേതാണ് ഈ റൂഹ് എന്ന് ചോദിക്കുമ്പോ ഇന്നാലിന്ന ആളുടെ മകൻ ഇന്നവനാണെന്ന് പറയുമ്പോ അവരെല്ലാവരും ഈ റൂഹിനെ ശപിക്കുകയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ ആകാശത്തിന്റെ കവാടത്തിങ്കൽ ചെന്നുകൊണ്ട് ഈ മനുഷ്യന് വേണ്ടി അവിടെയുള്ള വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുമ്പോ ലം യുഫ്തഹ്, ഒരിക്കലും ആ വാതിൽ, ആകാശത്തിന്റെ കവാടം ഇയാൾക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല എന്നാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടാവുകയാണ്, ഉക്തുബു ഫീ ഹാദർ റൂഹ് ഫീ സിജ്ജീൻ, നിങ്ങൾ സിജ്ജീനിൽ ഈ മനുഷ്യന്റെ പേരുകൾ അടയാളപ്പെടുത്തണമെന്നാണ്. നരകത്തിന്റെ ഏറ്റവും മടിയിലുള്ള ഒരു സ്ഥലമാണ് സിജ്ജീൻ എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. ആ സിജ്ജീനിൽ നരകാവകാശികളുടെ ലിസ്റ്റിൽ ഈ മനുഷ്യനെ നിങ്ങൾ രേഖപ്പെടുത്തുകയെന്ന് പറയുകയും ആ സന്ദർഭത്തിൽ മലക്കുകൾ ഇയാളുടെ ശരീരത്തെ വലിച്ചെറിയുമെന്നാണ് ഹദീസുകളിൽ കാണാവുന്നത്. അത്രയും വളരെ നിന്ദികരമായ, മോശകരമായ, അവഗണിക്കപ്പെടുന്ന ഒരു ചുറ്റുപാടാണ് മോശപ്പെട്ട ഒരു മനുഷ്യന്, ഒരു ആത്മാവിന് ഉണ്ടായിത്തീരുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ അവസാനം ഈ മനുഷ്യന്റെ ശരീരത്തെ ആളുകൾ കഫൻ ചെയ്ത് മറമാടി ഖബറിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് ഇയാളുടെ ശരീരത്തിലേക്ക് റൂഹിനെ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. സന്ദർഭത്തിൽ ആളുകളെല്ലാം ഖബറടക്കം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. ആളുകളുടെ ചെരുപ്പിന്റെ വാരടി മനുഷ്യൻ കേൾക്കുന്നു. വല്ലാത്ത ഭയാനകമായ ഒരവസ്ഥ അയാളെ സംബന്ധിച്ച് പിടികൂടുന്നു. തന്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. താൻ ഖബറിലാണെന്ന് അയാൾക്ക് ബോധ്യമാകും. തന്റെ കുടുംബങ്ങൾ തന്നെ വിട്ടുപോകുന്നു. സഹായിക്കാൻ ആളില്ല, ഒരു നിലയിലും സുരക്ഷ നൽകുവാൻ ആളില്ല. എല്ലാ നിലയിലും അയാൾക്ക് ബോധ്യമായി. അയാളുടെ ശരീരത്തിലേക്ക് അയാളുടെ റൂഹിനെ പ്രവേശിപ്പിച്ചു. ആ സമയത്ത് അതാ മലക്കാൻ, രണ്ട് മലക്കുകൾ അങ്ങനെ അയാളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ആ മലക്കുകൾ അയാളോട് പറയും, ഇരിക്കവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. എന്നിട്ട് അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ഈ ചീത്ത ആത്മാവിനോട്, ഈ ചീത്ത മനുഷ്യനോട് മലക്കുകൾ ചോദിക്കുമ്പോ അയാൾ പറയും, ഖാല ഹാ ഹാ ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ. ജനങ്ങൾ ഇന്നതൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ അതിനൊന്നും പരിഗണിച്ചിരുന്നില്ല എന്നിങ്ങനെ വിലപിക്കുമെന്നാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ആ മരക്കളുടെ കൈകളിലുള്ള ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ട് ഈ മനുഷ്യനെ ആഞ്ഞടിക്കുമെന്നാണ്. അയാളുടെ തലയുടെയും പിരയുടെയും ഇടയിൽ അതിശക്തമായ പീഡനത്തിന് അയാൾ വിധേയനാവും. പൊടിയായി പോകുന്ന തരത്തിൽ ഭയാനകമായ അവസ്ഥയായിരിക്കും. ആർത്ത് കരയുമായി മനുഷ്യൻ. ഒരാളും കേൾക്കാനുണ്ടാവില്ല, ഒരാളും സഹായത്തിനുണ്ടാവില്ല. രണ്ടാമത്തെ ചോദ്യം അയാളോട് ചോദിക്കുകയാണ്, മൻ ഹാദർ റജുലുല്ലദീ ബുഅസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുന്നു. അപ്പോഴും അയാൾ പറയും, ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ. ജനങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, റസൂലാണെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്കറിഞ്ഞുകൂടാ എന്ന് വിലപിക്കുമ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ഓരോ ചോദ്യത്തിനും ഇയാൾക്ക് മുമ്പിൽ മറുപടി ഉണ്ടാവില്ല.
ആ സമയത്ത് വാനലോകത്ത് നിന്നും ഒരു മലക്ക് വിളിച്ചു പറയുന്നു, നരകത്തിൽ നിന്നും നിങ്ങൾ ഒരു വിരിപ്പ് ഇയാൾക്ക് വിരിച്ചു കൊടുക്കണം. അയാളുടെ ഖബറിൽ നരകത്തിൽ നിന്നുള്ള ഒരു വിരിപ്പാണ് വിരിച്ചു കൊടുക്കേണ്ടത്. നരകത്തിന്റെ ഒരു ഉടുപ്പ് അയാളെ ധരിപ്പിക്കണം. അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള അയാളുടെ അഭയസ്ഥാനം, അയാളുടെ വീടിനെ നിങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാഫിറായ മനുഷ്യന്റെ റൂഹിനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു ഭയാനകമായ അവസ്ഥ, ആ സന്ദർഭത്തിൽ ഒരു നിലയിലും രക്ഷപ്പെടുവാൻ നിവൃത്തിയില്ലാത്ത വിധം കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഓരോ മനുഷ്യനും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുകയാണ്. ഈ ലോകം നമ്മെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിന്റെ സമയമാണ്, പണിയെടുക്കുവാനുള്ള സമയമാണ്. നല്ലത് ചെയ്താൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ വിശാലമായ രൂപത്തിൽ അയാളുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നിട്ട് ഈ മനുഷ്യന്റെ ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം അയാളുടെ ഖബറിനെ എടുക്കുകയാണ്. ഖബർ രണ്ട് ഭാഗത്തു നിന്നും ഈ മനുഷ്യനെ ഞെരിച്ചു കളയുകയാണ്. അയാളുടെ എല്ലുകൾ മുഴുവനും നുരുമ്പിപ്പോകുന്ന അത്രമാത്രം പൊട്ടിപ്പൊടിഞ്ഞു പോകാൻ മാത്രം അതിഭയാനകമായ തരത്തിൽ ഖബർ അതിന്റെ രണ്ട് വശങ്ങളിൽ നിന്നും ഈ മനുഷ്യനെ ഞെരിച്ചമർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ലോകം അവസാനിക്കുന്നത് വരേക്കും ഈ ഒരവസ്ഥ അയാളിൽ ഉണ്ടായിത്തീരുമെന്നാണ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു രക്ഷയും അതിൽ നിന്നുണ്ടാവില്ല. ഈ ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനുശേഷം വളരെ മോശകരമായി, കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന, വെറുപ്പ് തോന്നിക്കുന്ന ഒരു മനുഷ്യന്റെ രൂപം അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വളരെ മോശകരമായ അവസ്ഥ. മോശപ്പെട്ട വസ്ത്രമാണ്. അതുപോലെ തന്നെ അയാളിൽ നിന്ന് ചീത്ത മണമാണ് പുറത്തു വരുന്നത്. ഇതൊക്കെ കാണുമ്പോ ഈ മനുഷ്യൻ ചോദിക്കും, വളരെ മോശകരമായ ഒരു വിവരമാണല്ലോ നിന്നെ കുറിച്ചുള്ളത്. എന്താണ് നിന്റെ അവസ്ഥ, എന്താണ്, നീ ആരാണെന്ന് ചോദിക്കുമ്പോ ഞാൻ നിന്റെ അമലുകളാണ് എന്ന് ആ മനുഷ്യൻ പറയും. ഞാൻ നിന്റെ ചീത്ത പ്രവർത്തനങ്ങളാണ് എന്ന് ഈ മനുഷ്യനോട്, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് ഈ ചീത്ത രൂപം അയാളോട് പറയുമെന്നാണ്. അതുകൊണ്ട് നീ സന്തോഷിച്ചു കൊള്ളുക, നിന്റെ അവസ്ഥ നരകമാണ് എന്ന് നീ സന്തോഷിക്കുക. അതൊരു പരിഹാസത്തിന്റെ വാക്കാണ്, അല്ലാതെ ഒരിക്കലും സന്തോഷകരമായ അവസ്ഥയല്ല. നരകമാണ് അയാൾ കാണുന്നത്. നരകത്തിൽ നിന്നുള്ള വസ്ത്രവും വിരിപ്പുമാണ് അയാൾക്കുള്ളത്. യാതൊരു സമാധാനവും ഇല്ലാത്ത വിധം ഖബർ അയാളെ ഞെരിച്ചു കളഞ്ഞിട്ടുമുണ്ട്. കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന വിധത്തിൽ ഒരു രൂപം മുന്നിലുണ്ട്. അത് പറയുന്നു, നിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഞാനെന്ന് എന്നുള്ളത് പറയുമ്പോ ഈ മനുഷ്യൻ വിലപിച്ചു പോകും. അയാൾ പറയും, യാ റബ്ബി ലാ തഖ്മിസ് അല്ലാഹുവേ, ഒരിക്കലും ലോകാവസാനം സംഭവിപ്പിക്കല്ലേ എന്ന് ഇയാൾ വിലപിച്ചു പോകുമെന്നാണ് അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഒരു കാര്യവുമില്ല. അതായിരിക്കും ഒരു കാഫിറിന്റെ ദുരന്തപൂർണമായ ഖബറിലുള്ള പര്യവസാനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം വിശ്വാസികളായ ആളുകൾക്ക് ഒരു പാഠമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ഒരു മാസക്കാലം ഞാനും നിങ്ങളും സൽക്കർമ്മങ്ങളിലൂടെ ജീവിച്ചിരുന്നു. ഒരു വിശ്വാസി ഏത് നിലയിൽ ആവണമെന്ന് നമുക്കറിയാമായിരുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അതിന് സാക്ഷികളായവരാണ്. പള്ളിയിൽ നമ്മൾ സജീവമായിരുന്നു. നമസ്കാരത്തിന്റെയും ദാനത്തിന്റെയും ധർമ്മത്തിന്റെയും വിഷയത്തിൽ ഞാനും നിങ്ങളും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പതുക്കെ നമ്മൾ പുറകോട്ട് പോകുന്നുവെങ്കിൽ പിശാചിന്റെ പിടുത്തത്തിൽ നിന്ന് നമ്മൾ മുക്തരായിട്ടില്ല എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഓരോ കാൽവെപ്പുകളും അത് മുന്നോട്ടായാലും പുറകോട്ടായാലും നരകത്തിലേക്കാണ്, നരകത്തിന്റെ പടുകുഴിയിലേക്കാണ് ഞാനും നിങ്ങളും ചെന്നെത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു കൂടാ. അതിനുള്ള അവസരങ്ങളാണ് ഈ ദുനിയാവിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ഞാൻ ആയുസ് തന്നിരുന്നില്ലയോ? നിനക്ക് ചിന്തിക്കാൻ മാത്രം കാര്യങ്ങൾ നിന്റെ മുമ്പിൽ ഞാൻ കാണിച്ചു തന്നിരുന്നില്ലയോ? അള്ളാഹുവിന്റെ വചനങ്ങൾ, പ്രവാചകന്റെ സുന്നത്തുകൾ നിനക്ക് പറഞ്ഞു തരാൻ ആളുകൾ
ഉണ്ടായിരുന്നു, നീ കേട്ടവരായിരുന്നു. പക്ഷെ നീ കേൾക്കാത്തവനെ പോലെ തിരിഞ്ഞു കളഞ്ഞു. നീ അഹങ്കാരിയായി. പലതും നീ കണ്ടിരുന്നു, കാണാത്തവരെ പോലെ അന്ധത നടിച്ചു. അതിനാൽ വേദനാജനകമായ കരിച്ചു കളയുന്ന ശിക്ഷയെ നീ ആസ്വദിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് താക്കീത് നൽകുകയാണ്. ഈ ഒരു അവസ്ഥയെ നമ്മൾ ഒരിക്കലും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ഉണ്ടാവരുത് എന്നാണ് എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ആയുസ്സിനെ പ്രയോഗിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് പരമാവധി അടുക്കുവാനും കൂടുതൽ സൽക്കർമ്മങ്ങളിലൂടെ നീങ്ങുവാനും ഉള്ള ആയുസ് പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അങ്ങനെ ആ കാര്യങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിധിവിലക്കുകൾ, അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ബുദ്ധിമാന്മാരായ വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.